ഈ ഹൃദയപരമാർത്ഥത എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത വ്യക്തിത്വമാണ് ഒരാളുടെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവും. പുറത്ത് ഭയങ്കര സമ്മതം, ആരും ഒരു തെറ്റും പറയില്ല, അതുപോലത്തെ ജീവിതം. എന്നാൽ വീടിനകത്തും സ്വകാര്യ ജീവിതത്തിലും ആൾ പോക്കാണ്. അതായത് പൊതുസമ്മതനാണ്, എന്നാൽ അകത്ത് വീടിനകത്തൊക്കെ ആൾ ഭയങ്കര സംഭവമായിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവർ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസം നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. കാണാത്ത കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, വിശ്വാസവും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് കാണാത്ത കാര്യങ്ങൾ കാണുന്ന തലത്തിലേക്ക്, ദൃശ്യമായ തലത്തിലേക്ക് ദൈവത്തിന് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്, ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് എറണാകുളത്ത് നിന്ന് മേരി മാത്യു പാലാൽ ആണ്. ഇന്ന് സിസ്റ്ററിൻ്റെ ജന്മദിനമാണ്. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ബ്ലെസ്സിങ് ടുഡേയിലെ എല്ലാ ശുശ്രൂഷകരും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കോ സ്പോൺസർ കൂടെയുണ്ട്. പാടിവട്ടത്തു നിന്ന് ആനി റെജിയാണ്. താങ്ക് യു സിസ്റ്റർ. ഇന്ന് അമ്മയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ആനിക്കുണ്ടാകേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ആഴ്ചകളിൽ നടക്കുന്ന ചില മീറ്റിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജൂൺ മാസം 19-ാം തീയതി നമ്മുടെ ട്രിവാൻഡ്രത്ത് ദ ഗ്യാദറിംഗ് നടക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ബ്രദർ നയമായ അവിടെ ശുശ്രൂഷിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ജൂൺ 26-ാം തീയതി 2 പ്രധാനപ്പെട്ട മീറ്റിങ്ങൾ നടക്കുന്നു. ഒന്ന് ബാംഗ്ലൂർ വെച്ചിട്ട് ദ ഗ്യാദറിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ മിറക്കിൾ നൈറ്റ് എന്ന പേരിൽ ദുബായിൽ വെച്ച് UAE മിറക്കിൾ നൈറ്റ് എന്ന പേരിൽ നടക്കുന്ന അതിശക്തമായിട്ടുള്ളൊരു മീറ്റിംഗ് ഞങ്ങൾ 2 പേരും, പാസ്റ്റർ ഡാമിനും ഞാനും ഒരുമിച്ച് അവിടേക്ക് വരികയാണ്. നിങ്ങളെല്ലാവരെയും അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ജൂൺ 27-ാം തീയതി ഖത്താറിൽ വെച്ചിട്ടാണ്, ദോഹയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ്. അതിൻ്റെ സ്പെഷ്യൽ എൻകൗണ്ടർ മീറ്റിംഗ് ആണത്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ കാണാം. ഇവിടെയൊക്കെ ഉള്ളവരോട് ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് വരുവാനായിട്ട് പ്രത്യേകിച്ച് സ്നേഹപുരസ്സരം ഓർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ അതിശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തയ്യാറാണെങ്കിൽ വേഗത്തിൽ, ഡയറിയൊക്കെ കയ്യിലുള്ളവരുണ്ട്, ചിലപ്പോൾ ഡയറി കിട്ടിയിട്ടില്ലായിരിക്കാം, ഒരു കുഴപ്പമില്ല, വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി തയ്യാറെടുത്താലും. വെൽക്കം ബാക്ക്. പുതിയൊരു മോർണിംഗ് ഗ്ലോറി വീക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജൂൺ 15 മൺഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് പ്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. നിങ്ങളുടെ ഡയറിയിൽ ഈ ഡേറ്റിൽ അത് കാണാം. വിശുദ്ധിയും ഹൃദയപരമാർത്ഥതയും. ആൻഡ് ഇന്നത്തെ ഫോക്കസ് വേർഡ്സ് നോക്കാം. മാത്യു 5:8. മത്തായി എഴുതിയ സുവിശേഷം 5:8 സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സുവിശേഷ അനുഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത്, ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട് ഫോർ ദേ വിൽ സീ ഗോഡ്. ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വാവ്. ഡെക്ലറേഷൻ നോക്കുക. ഇന്നത്തെ പ്രഖ്യാപനം, മൈ ഹാർട്ട് ഈസ് പ്യൂർ ബിഫോർ ഗാഡ്. ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം വിശുദ്ധിയുള്ളതാകുന്നു. അല്ലേലും അങ്ങ് പറയണം, പറഞ്ഞ് ആക്കിയെടുക്കണം. ഇൻറ്റഗ്രിറ്റി എസ്റ്റാബ്ലിഷസ് മൈ ലൈഫ് ഓൺ എ ഫൗണ്ടേഷൻ ഓഫ് ഹോളിനെസ്. വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയപരമാർത്ഥത എൻ്റെ ജീവിതത്തെ ഉറപ്പിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രഖ്യാപനം. ഇതൊക്കെ പല പ്രാവശ്യം വായിക്കുകയും പറയുകയും ഏറ്റുപറയുകയും എല്ലാം ചെയ്യണം. ബൈബിൾ റീഡിംഗ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വായിച്ച് ടിക്ക് ചെയ്യുക.
നമുക്ക് പ്യൂരിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചാണ് ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. 4 കാര്യങ്ങൾ പറയുന്നു പതിവ് പോലെ. നമ്പർ 1, God looks first at the heart. ദൈവം ആദ്യം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. മനുഷ്യരുടെ മുഖമാണ് നോക്കുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവം നേരെ, നമുക്കാർക്കും മറ്റൊരാളുടെ ഹൃദയം കാണാൻ സാധ്യമല്ല. ആ ഹൃദയത്തിലിരിക്കുന്നത് എന്താണെന്നുള്ളത് ചില എക്സ്പ്രഷൻസിലൂടെ, ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ വാക്കുകൾ, അല്ലെങ്കിൽ പ്രവൃത്തികൾ, പെരുമാറ്റങ്ങളിലൂടെ കുറേയൊക്കെ മനസ്സിലാകുമെങ്കിലും പലർക്കും വ്യാജഭാവങ്ങളുണ്ട്. മുഖത്തൊരു എക്സ്പ്രഷനായിരിക്കും, പക്ഷേ ഹൃദയത്തിലിരിക്കുന്നത് വേറെ ആയിരിക്കും. എന്നാൽ ദൈവത്തിന് നേരെ സകലരുടെയും ഹൃദയത്തെ കാണാം. ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. ഇനി യേശു ഒരിക്കലും ബ്ലെസ്ഡ് ആർ ദ വെരി ഇംപ്രസീവ് പീപ്പിൾ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. അതായത് ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായി ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന, അവർക്കൊരു വലിയ മതിപ്പുളവാക്കാൻ കഴിയുന്ന ടൈപ്പ് ആളുകളെ അവരനുഗ്രഹിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ അനുഗ്രഹിക്കപ്പെട്ടത്, കരിസ്മാറ്റിക് നേച്ചറുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടത്. ഇതൊന്നും അല്ലല്ലോ കർത്താവ് പറഞ്ഞ. കർത്താവ് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ. സോ പ്യൂരിറ്റി ബിഗിൻസ് ഇൻറ്റേർണലി ബിഫോർ ഇറ്റ് അപ്പിയേഴ്സ് എക്സ്റ്റേർണലി. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പുറത്ത് കാണുന്നതല്ല, അല്ലെങ്കിൽ പുറത്ത് കാണുന്നതിന് മുമ്പ് അത് അകത്ത് കാണണം. ഹൃദയശുദ്ധി ആദ്യം ഉളവാകുന്നത് ഹൃദയത്തിനകത്ത്. അത് ഹൃദയത്തിൻ്റെ ശുദ്ധിയല്ലേ, അകത്താണ്. എന്നിട്ടതിൻ്റെ എക്സ്പ്രഷനായിട്ടാണ് പുറത്തു വരേണ്ടത്. ആസ് ഐ ഓൾവേസ് സേ, ഇറ്റ് ഈസ് ഇൻസൈഡ് ഔട്ട്. റൈറ്റ്. 1 Samuel chapter 16 verse number 7. 1 ശമൂവേൽ 16:7. People look at outward appearance, but the Lord looks at the heart. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം നോക്കുന്നു. മനുഷ്യൻ ബാഹ്യ പ്രകടനങ്ങൾ നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നു. മനുഷ്യർ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് ജഡ്ജ് ചെയ്യുന്നു, എന്നാൽ ദൈവമോ അവരുടെ ഹൃദയം, അത് പുറപ്പെടുന്ന വാക്കുകൾ, പുറപ്പെടുന്ന ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ എന്ന ഉറവിടത്തെ ദൈവം നോക്കുന്നു. ഇനി 51 സങ്കീർത്തനത്തിൻ്റെ 10 വചനം വായിക്കുമ്പോൾ, Psalm 51 and verse number 10. Create in me a pure heart, O God. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാം. 51 സങ്കീർത്തനം എഴുതാനുള്ള കാരണം ബത്ശേബ എന്ന് പറയുന്നൊരു സ്ത്രീ, ഉറിയാവ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ്. അപ്പോൾ ദാവീദ് അവളെ ആഗ്രഹിച്ചു, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയി. അങ്ങനെ തന്നെ ദൈവം ഭയങ്കരമായ നാഥാൻ പ്രവാചകൻ വന്ന് തന്നോട് വളരെ ശക്തമായ വാണിംഗ് കൊടുത്തു. നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. കാരണം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഡൾട്രസ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഉണ്ടായത്, ആ ഭർത്താവിനെ കൊന്നു. അപ്പോൾ കൊലപാതകം, അഡൾട്ടറി, 2 ഭീകര കുറ്റങ്ങൾ ചെയ്തു. സോ ആ സമയത്ത് പക്ഷേ ദാവീദ് അത് രഹസ്യമായി വെക്കാതെ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ വീണുകിടന്ന് അനുദപിച്ച് കരഞ്ഞു. അപ്പോൾ അവൻ എഴുതിയ സങ്കീർത്തനമാണ് Psalm 51. അതിൽ അദ്ദേഹം പറയുകയാണ്, ക്രിയേറ്റ് ഇൻ മീ എ പ്യൂർ ഹാർട്ട്, ഗാഡ്. ദൈവമേ, എൻ്റെ ഉള്ളിൽ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു കാര്യമാണ്, ഞാൻ ചില സമയത്ത് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ തന്നെ നറിഷ്മെൻറ്റിന് വേണ്ടി ഞാൻ വചനം വായിക്കുന്ന സമയത്ത് പല ഭാഗങ്ങളും ഇങ്ങനെ നമ്മളിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീർ ഒഴുകും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, കർത്താവേ, ഇതെൻ്റെ ലൈഫിലുണ്ടാകണം, നീ ഒന്നെന്നെ പണിയണമേ, എൻ്റെ ഉള്ളിൽ ഇതൊന്ന് നീ ഉളവാക്കണമേ. ദാവീദ് ചെയ്തത് നമുക്കൊരു മാതൃകയാണ്. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഓ ഗാഡ്, ആൻഡ് ക്രിയേറ്റ്
Renew a new spirit in me. Restore unto me the joy of salvation. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ ആ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ, അതായത് രക്ഷ നഷ്ടപ്പെടുമോ എന്നൊരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ഇതുവരെ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ ചാനലിൽ തന്നെ പോഡ്കാസ്റ്റിൻ്റെ സെക്ഷനിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, രക്ഷ നഷ്ടപ്പെടുമോ. അതായത് വിൽ ഐ ലൂസ് മൈ സാൽവേഷൻ. ആ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണണം. നല്ലൊരു ഐഡിയ രക്ഷയെക്കുറിച്ച് നമുക്ക് വേണം. രക്ഷ നമ്മുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ചില സമയത്ത് ആ രക്ഷ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പാപത്തിൽ പെടുമ്പോൾ, ദൈവത്തിൽ നകന്നു പോകുമ്പോൾ, പ്രാർത്ഥനയിൽ കുറവ് വരുമ്പോൾ, വചനത്തോട് അടുത്തിരിക്കാതിരിക്കുമ്പോൾ, കൂട്ടായ്മയിൽ നിന്ന് അകലുമ്പോൾ, മനസ്സ്, ഹൃദയം ദൈവത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ, വി കനോട്ട് എൻജോയ് ദ സാൽവേഷൻ. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, വേർപിടിക്കുന്ന ഒന്നാണ് പാപം. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ പോലും പാപപ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ പെട്ടെന്നൊരു അകൽച്ച വരും. അതാണ് യേശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ വായിക്കുന്നത്. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈകൾ കുറുതായിട്ടില്ല, എൻ്റെ കേൾക്കാൻ കഴിയാതെ വണ്ണം എൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പാപങ്ങളാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയി രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഹൃദയം കൊണ്ട് ദൈവവുമായി ആ കണക്ഷൻ തിരികെ സ്ഥാപിക്കണം. ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് കാണുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്നൊരകൽച്ച ഹൃദയത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ അനുതാപത്തോടെ, നല്ലൊരു നുറുങ്ങിയ ഹൃദയത്തോടെ, ഒരു ടെൻഡർ ഡിപ്പെൻഡൻസോടുകൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ഓക്കെ, Proverbs 4:23. ഗാർഡ് യുവർ ഹാർട്ട്, ഫോർ എവറിത്തിങ് ഫ്ലോസ് ഫ്രം ഇറ്റ്. നിന്റെ ഹൃദയത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. കാരണം സകലത്തിൻ്റെ ഉറവിടം നിൻ്റെ ഹൃദയമല്ലോ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹൃദയമാണ് സകലത്തിൻ്റെയും ഉറവിടം. എവറിത്തിങ് ഈസ് ഒറിജിനേറ്റിംഗ്, everything is flowing out of our hearts. So the condition of the heart shapes the direction of life. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരമാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. എന്താണ് ഹൃദയത്തിൻ്റെ അവസ്ഥ? അതിനനുസരിച്ചായിരിക്കും ലൈഫിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുന്നത്. പല നദികളും അഥവാ അരുവികളൊക്കെ ഉത്ഭവിക്കുന്നത് മലമുകളിൽ നിന്നാണ്. വ്യത്യസ്തമായതുകൊണ്ട് തടാകങ്ങളിൽ വിക്ടോറിയ തടാകത്തിൽ ഉത്ഭവിക്കുന്ന നൈൽ നദിയുണ്ട്. പക്ഷേ നോർമലി വലിയ മൗണ്ടൻസിൻ്റെ മുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മഞ്ഞുരുകി വരുന്നതാകാം, പല രീതിയിൽ അവിടുത്തെ വാട്ടർ കളക്ഷൻ. എന്തായാലും നദികൾ ഉത്ഭവിക്കുന്നത് മലകളുടെ മുകളിലാണ് നോർമലി. അതുകൊണ്ടാണ് അത് താഴേക്ക് ഒഴുകി പോകുന്നത്. അങ്ങനെയാണ് ദൈവം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മൗണ്ടെയിൻ പീക്ക് അല്ലെങ്കിൽ നദിയുടെ ഉറവിടം വളരെ ശുദ്ധമായതും തെളിഞ്ഞതുമാണെങ്കിൽ ആ ഒഴുകി വരുന്ന വെള്ളം, ആ അരുവി അതുപോലെ ക്ലീനായിരിക്കും, ക്ലിയർ ആയിരിക്കും. ആ ഉറവിടമാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെയും നമ്മുടെ സകലത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അവിടെ നിന്നാണ് എല്ലാം ഒഴുകുന്നത്. സോ ഹെൽത്തി സോഴ്സ് പ്രൊഡ്യൂസസ് ഹെൽത്തി ഫ്ലോ. നല്ല ആരോഗ്യമുള്ള ഒരു ഉറവിടമാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ഒഴുക്കായിരിക്കും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്പർ 2, ഇൻറ്റഗ്രിറ്റി മീൻസ് ഹോൾനെസ്, നോട്ട് ഡബിൾ ലിവിങ്. ഈ ഹൃദയപരമാർത്ഥത എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കൃത്യം മലയാള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. മീൻസ് ഹോൾനെസ്, സമ്പൂർണ്ണത എന്നാണ് അതിൻ്റെ അർത്ഥം. നോട്ട് ഡബിൾ ലിവിങ്, 2 തരത്തിലുള്ള ജീവിതമല്ല. ബൈബിളിൽ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ഹൃദയപരമാർത്ഥികൾ, പരമാർത്ഥ ഹൃദയമുള്ളവർ, ഇങ്ങനെയുള്ള വാക്കുകൾ ഒത്തിരി പ്രാവശ്യം സദൃശവാക്യങ്ങളിലുണ്ട്, സങ്കീർത്തനങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിൽ ഹൃദയപരമാർത്ഥികൾ. ആ വാക്ക് ആവർത്തിച്ച് അനേക പ്രാവശ്യം വരുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയപരമാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രിറ്റി ഈസ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ
ഈ ഹൃദയപരമാർത്ഥത എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത വ്യക്തിത്വമാണ്. ഡബിൾ ഇങ്ങനെ പറയുക, ഇരട്ടത്താപ്പ് നയമില്ലാത്ത അല്ലെങ്കിൽ രണ്ട് മുഖം കാണിക്കാത്ത സ്വഭാവമാണ് ഹൃദയപരമാർത്ഥത. ഉദാഹരണത്തിന് പബ്ലിക് ലൈഫ് ആൻഡ് പ്രൈവറ്റ് ലൈഫ്. ഒരാളുടെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവും. പുറത്ത് ഭയങ്കര സമ്മതൻ, വളരെ നല്ല രീതിയിൽ ആരും ഒരു തെറ്റും പറയില്ല, അതുപോലത്തെ ജീവിതം. എന്നാൽ വീടിനകത്തും സ്വകാര്യ ജീവിതത്തിലും ആൾ പോക്കാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അനേകർ എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, ഇദ്ദേഹം പുറത്തിറങ്ങി ഇങ്ങനൊരാളാണെന്നുള്ളത്, അതായത് ഇങ്ങനൊരു ജീവിതമുള്ള ഒരാളാണെന്നുള്ളത് പുറത്ത് കമ്പനിയിലോ അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ പുറത്തോ ചോദിച്ചാൽ ഒരാൾ പോലും സമ്മതിക്കില്ല. അയ്യോ, അയാളോ, സച്ച് എ നൈസ് ബോയ്, സച്ച് എ നൈസ് മാൻ. ഇതായിരിക്കും പുറത്തുള്ള, അതായത് പൊതുസമ്മതനാണ്. എന്നാൽ അകത്ത്, വീടിനകത്തൊക്കെ ആൾ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷെ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത വ്യക്തിത്വമാണ് ഹൃദയപരമാർത്ഥതയുള്ളവർ എന്ന് പറയുന്നത്. വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത്. അതായത് പറയുന്നത് പോലെ തന്നെ പെരുമാറുക, പെരുമാറുന്നത് പോലെ തന്നെ പറയുക. അതായത് വാക്കൊന്നും പ്രവൃത്തി, അങ്ങനെയുള്ള വ്യക്തികൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഭയങ്കരമായി നമ്മളോട് കാര്യങ്ങൾ പറയും, പക്ഷേ ഇതായിരിക്കില്ല അയാൾ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി വേറെ ആയിരിക്കും, പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. അടുത്തത് ബിലീഫ് ആൻഡ് ബിഹേവിയർ. വിശ്വാസം ഒന്ന്, പെരുമാറ്റം വേറെ. അങ്ങനെയുള്ള ഈ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത വ്യക്തിത്വത്തെയാണ് ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു വ്യക്തി, അപ്രൈറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. Psalm 15 and verse number 1 and 2. സങ്കീർത്തനങ്ങൾ 15:1-2 വായിക്കുമ്പോൾ, one who walks blamelessly and speaks truth from the heart. അതായത് നിഷ്കളങ്കതയോടെ, തൻ്റെ നടപ്പിൽ നിഷ്കളങ്കതയുള്ളയാളും അതുപോലെ ഹൃദയത്തിൽ നിന്ന് വാഗൊണ്ട് സത്യം സംസാരിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ ഇവിടെ കണ്ടോ, നടപ്പ് മീൻസ് പ്രവൃത്തികൾ, അതും കുറ്റമില്ലാത്ത നടപ്പ്, അതുപോലെ ഹൃദയത്തിൽ നിന്നും സത്യം മാത്രം സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയം നല്ലത്, ദാറ്റ് മീൻസ് ചിന്തകൾ നല്ലത്, വാക്കുകൾ നല്ലത്, പ്രവൃത്തി നല്ലത്. സച്ച് എ ക്യാരക്ടർ ഈസ് കോൾഡ് എ പേഴ്സൺ ഓഫ് ഇൻറ്റഗ്രിറ്റി ഓർ അപ്രൈറ്റ് മാൻ. ടൈറ്റസ് 2:7, തീത്തോസിൻ്റെ ലേഖനം 2:7, ഷോ ഇൻറ്റഗ്രിറ്റി ഇൻ യുവർ ടീച്ചിങ്. നിൻ്റെ ഉപദേശത്തിൽ ഇൻറ്റഗ്രിറ്റി വേണം. ഹൃദയപരമാർത്ഥതയോടുകൂടെ നീ നല്ല രീതിയിൽ പഥ്യോപദേശം പഠിപ്പിക്കുക. ഇത് ശുശ്രൂഷകരോടുള്ളതാണ്. ശുശ്രൂഷകർ ഹൃദയപരമാർത്ഥതയോടെ, കൃത്യതയോടെ വചനം പഠിപ്പിക്കണം. 2 Corinthians 8:21, 2 Corinthians 8:11, aim to do what is honorable in the Lord's sight and man's sight. മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും ഏറ്റവും ബഹുമാന്യമായത് മാത്രം ചെയ്യുക. Now, integrity removes hidden fractures from character. നമ്മുടെ സ്വഭാവത്തിലെ ഒളിഞ്ഞു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന ഹിഡൻ ഫ്രാക്ചേഴ്സ്, മറഞ്ഞു കിടക്കുന്ന തെറ്റുകൾ, അതെല്ലാം എടുത്തു കളയും. ഓരോന്നായി നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്വർണ്ണഖനികളിൽ നിന്നും സ്വർണം ശുദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എത്ര ശ്രമകരമായ പരിപാടിയാണത്. മണ്ണിലോ അല്ലെങ്കിൽ അതിൻ്റെ അയിരിനകത്ത് ഇത് വെച്ചാൽ ഒത്തിരി ടൺ കണക്കിന് അയിര് ശുദ്ധീകരിച്ച് കഴിയുമ്പോഴാണ് ഏതാനും ഗ്രാം സ്വർണം കിട്ടുന്നത്. അപ്പം അതിൻ്റെ ശ്രമകരമായ പണി എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ച് നോക്കുക. ഇനി അത് ശുദ്ധീകരിച്ച് ആദ്യം ഇത് കിട്ടിയാലും വീണ്ടും പല പ്രാവശ്യം അതിൻ്റെ റിഫൈനറിയിൽ അതിനെ ശുദ്ധീകരിച്ച് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എടുത്ത് കളഞ്ഞ് കഴിയുമ്പോഴാണ് ശുദ്ധമായ തങ്കം, സ്വർണം കയ്യിൽ കിട്ടുന്നത്. ഇതുപോലെ വെള്ളി, പല ലോഹങ്ങളിങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസിനെ എടുത്ത് മാറ്റുക. അതുകൊണ്ടാണ് പലതിനും റിഫൈനറീസ് ഉണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ, അതിൽ നിന്നാണ് പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. ക്രൂഡ് ഓയിൽ ഈസ് ക്രൂഡ് ഓയിൽ, അറിയാമല്ലോ.
അതെന്ന് പറഞ്ഞാൽ വളരെ കറുത്ത്, അതിൽ ഒത്തിരി മാലിന്യങ്ങളുണ്ട്. അതിനെ പല രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രമകരമാണ് ഒരു മനുഷ്യൻ്റെ ശുദ്ധീകരണം. അതൊരു ഭയങ്കര ശ്രമകരമായൊരു സംഭവമാണ്. ഇത് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇത് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ ഹോളി സ്പിരിറ്റ് എന്നാണ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. ആ ഹോളി സ്പിരിറ്റ് നമ്മൾ വരുമ്പോൾ തന്നെ അവൻ്റെ ഹോളിനെസ്സുമായിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഹാബിച്വലായി കിടക്കുന്ന, ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒത്തിരി വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ട്. ഇത് കുറേശ്ശെയായി മാറ്റിയെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ. ശുദ്ധീകരണം. അത് ജീവിതകാലം മുഴുവൻ കൊണ്ടോ നടക്കുന്നത്. അതിന് വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയോ മാത്രം പോരാ, മനഃപൂർവ്വമായ ശ്രമങ്ങൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും വചനം നമ്മെ ശുദ്ധീകരിക്കും, ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. നമ്മൾ പോകുന്ന ചില കഷ്ടതകളിലൂടെ, അങ്ങനെ തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ് നടക്കും. ഇങ്ങനെ പല ഏജൻസിനെ ഉപയോഗിച്ചാണ് കർത്താവ് നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മുടെ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്പർ 3, പ്യൂരിറ്റി ക്രിയേറ്റ്സ് സ്പിരിച്വൽ ക്ലാരിറ്റി. ഈ വിശുദ്ധിയാണ്, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയാണ് ആത്മീയമായ വ്യക്തത നമുക്ക് നൽകുന്നത്. കാരണം കർത്താവ് പറയുന്നത് എന്താണത്? ദ പ്യൂർ ഇൻ ഹാർട്ട് വിൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കുകയുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഈ കണ്ണുകൊണ്ട്. പക്ഷെ സ്പിരിച്വൽ ഐസ് കൊണ്ട് ദൈവത്തെ നമുക്ക് കാണാനും ദൈവത്തെ അനുഭവിക്കാനൊക്കെ സാധിക്കും. സിൻ ക്ലൗഡ്സ് പെർസെപ്ഷൻ. നമ്മുടെ കാഴ്ചപ്പാടിനെ മങ്ങുമാറാക്കുന്നത് പാപമാണ്. പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മങ്ങിപ്പോകും. പ്യൂരിറ്റി ഷാർപ്പൻസ് സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. അതേസമയം തന്നെ നമ്മിലുള്ള ശുദ്ധീകരണം അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധിയാണ് ആത്മീയമായ നമ്മുടെ സെൻസിറ്റിവിറ്റിയെ വളരെ ഷാർപ്പാക്കി മാറ്റുന്നത്. ചില വചനങ്ങൾ കുറിച്ച് വയ്ക്കുക. ഹീബ്രൂസ് 12:14, എബ്രായലേഖനം 12:14, പെർസ്യൂ ഹോളിനെസ്, വിശുദ്ധിയെ പിന്തുടരുക. ജെയിംസ് 4:8, യാക്കോബ് 4:8, പ്യൂരിഫൈ യുവർ ഹാർട്ട്സ്, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. Psalm 19:8, the commands of the Lord give light to the eyes. ദൈവത്തിൻ്റെ ആജ്ഞകൾ, കൽപ്പനകളാണ് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത്. സോ പ്യൂരിറ്റി ഹെൽപ്സ് us discern God's voice and direction more clearly. നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവശബ്ദം വ്യക്തതയോടെ തിരിച്ചറിയാനും അതുപോലെ ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ, നിയോഗങ്ങൾ, നിർദ്ദേശങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാനും സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ അറിയാമല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൻ്റെ ഇവിടെ ഇങ്ങനൊരു ക്യാമറയുണ്ട് അല്ലേ. ചില സമയത്ത് നമ്മൾ ഇതിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ ഫിംഗർ പ്രിൻറ്റ്സ്, നമ്മുടെ ഓയിലി ഹാൻഡിൽ ഒന്നുള്ള ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഇതിൽ വീഴും. അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത്, അറിയാവുന്നവർ ചെയ്യുന്നത്, അവിടെ ഒരു കോട്ടണോ അല്ലെങ്കിൽ സോഫ്റ്റ് എന്തെങ്കിലും കൊണ്ട് ആദ്യം ഒന്ന് തുടയ്ക്കും. എന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ ക്ലാരിറ്റി വരും. അപ്പോൾ ആ ക്യാമറയുടെ ലെൻസിനെ പലപ്പോഴും ബ്ലറാക്കി മാറ്റുന്നത് ഈവൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സാണ്. അതിന് ക്ലാരിറ്റി ഇല്ല. ഇതുപോലെ നമ്മുടെ ലൈഫിലെ ഇംപ്യൂരിറ്റീസ്, കാഴ്ചപ്പാടുകളെ അങ്ങ് മങ്ങിപ്പിച്ചു കളയും. അവസാനത്തെ ഒരു കാര്യം കൂടെ, ഇൻറ്റഗ്രിറ്റി ബിൽഡ്സ് ലാസ്റ്റിംഗ് ട്രസ്റ്റ്. ഈ ഹൃദയപരമാർത്ഥതയാണ് നിലനിൽക്കുന്ന വിശ്വസനീയത ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പണിതെടുക്കുന്നത്. പീപ്പിൾ മേർ ടാലൻറ്റ്. ആൾക്ക് ഈ കഴിവുകൾ ആളുകൾക്ക് ഭയങ്കര ഇമ്പ്രസീവാണ്. അത് കണ്ട ആളുകൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. നന്നായി പാടുന്ന ഒരാൾ, നന്നായി പ്രസംഗിക്കുന്ന ഒരാൾ, കലാപരിപാടികൾ ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ എഴുതുന്ന ഒരാൾ, ഇതിനെല്ലാം ആളുകൾ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും അതിനാണ് മെഡൽ, ട്രോഫി തുടങ്ങിയ പല പാരിതോഷികങ്ങളും പ്രൈസസും എല്ലാം കൊടുക്കുന്നത് കഴിവുകൾ തെളിയിക്കുന്നവർക്കാണ്. എന്നാൽ ദ ട്രസ്റ്റ് ഇൻറ്റഗ്രിറ്റി,
ഒരാളെ വിശ്വസിക്കണമെങ്കിൽ അയാളുടെ സത്യസന്ധതയാണ് നോക്കുന്നത്. ഹലോ ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ? കഴിവുകളുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. നന്നായി പ്രസംഗിക്കുന്നവർ, വാചാലതയുള്ളവർ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ പണിയുന്നവർ, ധനം സമ്പാദിക്കുന്നവർ, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നവർ, ഇതൊക്കെ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ അയാളെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ വാക്ക് പാലിക്കുന്ന ആളായിരിക്കണം, ഹൃദയപരമാർത്ഥത കാണിക്കുന്ന ആളായിരിക്കണം, സത്യസന്ധനായിരിക്കണം, കള്ളം പറയാത്ത ആൾ. അങ്ങനൊരു വ്യക്തിത്വത്തെ മാത്രമേ ജനം വിശ്വസിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ ഈസ് ബിസിനസ് മൈൻഡഡ്. കാരണം വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി വരുന്നതിന് ശേഷം ഡിസപ്പിയർ ചെയ്യുന്നു, കോൾ എടുക്കാതിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? കടം മേടിക്കുന്നു, അതിന് ശേഷം കോൾ എടുക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ജീവിതത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വിശ്വസനീയത, ആം ഐ ട്രസ്റ്റ് വർത്തി? ജനങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ഞാൻ വാക്ക് പാലിക്കുന്നയാളാണോ? ചെക്ക് ചെയ്യണം. സദൃശ്യവാക്യങ്ങൾ 10:9 ഹൂവർ വാക്സ് ഇൻ ഇൻറ്റഗ്രിറ്റി വാക്സ് സെക്യൂർലി. സത്യസന്ധതയോടെ ഹൃദയപരമാർത്ഥതയോടെ നടക്കുന്നവർ, അവരുടെ നടപ്പിൽ തന്നെ ഒരു സുരക്ഷിതത്വമുണ്ട്. ലൂക്ക് 16:10 അതിൽ പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 പറയുന്നത്, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തത കാണിക്കുന്നയാൾ വലിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കും. കൊലോസ് ലേഖനം 3:9-10 വായിക്കുമ്പോൾ, പുട്ട് ഓഫ് ഫാൾസ്ഹുഡ് ആൻഡ് ലിവ് ട്രൂത്ത്ഫുള്ളി. വ്യാജഭാവം മുഴുവൻ മാറ്റിവെച്ച് സത്യസന്ധതയോടെ ജീവിക്കുക. അതിൻ്റെ അർത്ഥം ഇൻറ്റഗ്രിറ്റി ക്രിയേറ്റ്സ് ക്രെഡിബിലിറ്റി ഓവർ ടൈം. ഒരാളെ ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, വർഷങ്ങളായി ആ മനുഷ്യൻ വാക്ക് പാലിക്കുന്ന ആളാണ്, സത്യസന്ധനാണ് എന്ന് കണ്ടാൽ അയാളുടെ മേലുള്ള ക്രെഡിബിലിറ്റി വർദ്ധിക്കും. ശരിയല്ലേ? ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഗോഡ് യുവർ ഇന്നർ ലൈഫ് ടുഡേ. നിങ്ങളുടെ ആന്തരിക ജീവിതം എന്താണ് വീക്ഷിക്കുക. പുറത്തത് മാത്രം കാണിച്ചുകൊണ്ട് നടക്കുക. നമുക്ക് പൗഡറൊക്കെ ഇട്ട് വെൽ ഡ്രസ്ഡായി നെയിൽ പോളിഷൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ ചിരിച്ചൊക്കെ നടക്കാം. പക്ഷേ അകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് ദൈവം നോക്കുന്നു. അവിടെ നാം വളരെയധികം ശ്രദ്ധിക്കണം. ഡു നോട്ട് പെർസ്യൂ ഔട്ട്വേർഡ് സക്സസ് വൈൽ നെഗ്ലക്റ്റിംഗ് ഇൻവേർഡ് പ്യൂരിറ്റി. പുറമേയുള്ള വിജയത്തെ മാത്രം ഫോക്കസ് ചെയ്ത് അകത്തുള്ള വിശുദ്ധിയെ നോക്കാതിരുന്നാൽ വളരെ അപകടകരമാണ്. പലരും പുറത്ത് പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓടുന്നത്. സ്വഭാവശുദ്ധിയോ സത്യസന്ധതയോ ഇതൊന്നും ആർക്കുന്നൊരു വിഷയമല്ല. നമ്മുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യും. പക്ഷേ നമ്മൾ സത്യസന്ധതയ്ക്ക് അതിനേക്കാൾ വില കൊടുക്കണം, അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കണം. ചൂസ് സിൻസിയറിറ്റി ഓവർ പെർഫോമൻസ്. പ്രകടനങ്ങളെക്കാൾ ആത്മാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ചൂസ് ഹോളിനെസ് ഓവർ കോംപ്രമൈസ്. പലതും ഒത്തുതീർപ്പിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റും. പലതുമായി ഒത്തുതീർപ്പുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റാണ് ഹോളിനെസ്. ഉദാഹരണത്തിന് ജോലിസ്ഥലത്ത് എല്ലാവരും അനാവശ്യമായ കാര്യങ്ങളിലും കുടിപ്പാർട്ടികളിലും വേണ്ടാത്തതിലൊക്കെ നടക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞിന് ആ റിലേഷൻഷിപ്പൊന്നും കട്ട് ചെയ്യണ്ട, പക്ഷേ ഒരു പ്രത്യേക ലിമിറ്റ് എത്തുമ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം മീൻസ് അതിൽ നിന്ന് മാറണം. ഇതാണ് ദാനിയേൽ ചെയ്തത്. ശദ്രക്, മേശക്, അബേദ്നെഗോ എല്ലാം ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഒരു ഫോറിൻ കൺട്രിയിൽ, ജാതീയമായ ഒരു രാജ്യത്ത് അവരുടേതായ സകലവിധ വിഗ്രഹാരാധനകളും വിഗ്രഹാർപ്പിതങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അവർ ജീവിച്ചില്ലേ, ജീവിച്ച ദൈവത്തെ തെളിയിച്ചില്ലേ? നമുക്കും നമ്മുടെ തലമുറയിൽ അത് സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആഴ്ചയുടെ ഫസ്റ്റ് ഡേ. ഒരു പ്രേ ഫോർ യു. കൈകൾ നീട്ടാം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് തന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾ മരുന്ന് കഴിക്കുന്നത് പോലെ കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്ന പോലെ ഞങ്ങൾ കഴിക്കുന്നു. ഇതിലൂടെ ഒത്തിരി പേർക്ക് വലിയ ചേഞ്ച് ഉണ്ടാകാൻ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചേഞ്ച് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ. കൈനീട്ടാം. രോഗികളെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ. ഈ തുടർച്ചയായിട്ട് വളരെ ഹൊറബിൾ
ഫിയർഫുൾ സ്വപ്നങ്ങൾ കാണുന്നു, പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന ആരും ചുമ്മാ കാണുകയല്ല, എന്തോ അശുദ്ധാത്മാക്കൾ നിങ്ങളിൽ അത് കാണിക്കുകയും നിങ്ങളെ ഭയത്തിലാക്കുകയും ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള അശുദ്ധാത്മാക്കളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഈ സ്കിൻ ഡിസീസുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. എല്ലാ ദിവസവും ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നു, പക്ഷേ നിങ്ങളുടെ സൗഖ്യം നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. കൈനീട്ടി പിടിക്കും കർത്താവ്. ക്യാൻസർ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഈ യൂട്രസിനകത്തുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. PCOD യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഡെയിലി നീഡ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആവശ്യങ്ങൾ എന്തോ അത് കർത്താവ് നടത്തി കൊടുക്കുന്നതിനായി നന്ദി. I bless your people, Father, in Jesus' name. Amen. വലിയൊരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ ഈ പോഡ്കാസ്റ്റ് കണ്ട് നോട്ട്സ് എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഡയറിയിൽ. ഇത് കൂടാതെ അത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഇന്ന് പഠിപ്പിച്ചതൊക്കെ കമൻറ്റ് സെക്ഷനിൽ ദയവായിട്ട് ടൈപ്പ് ചെയ്തിടണം. കൂടാതെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. Bye-bye.